ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. NF കണ്ണൂർ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് ബീഫും ഫിഷും ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും അതിനേക്കാളൊക്കെ ഏറെ രുചികരമായിട്ടുള്ള ഒരു നാടൻ കറിയാണിത്. തേങ്ങയൊക്കെ വറുത്തരച്ച് തയ്യാറാക്കിയത് കൊണ്ട് തന്നെ കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നമുക്ക് ചോറിൻ്റെ കൂടെ ആയാലും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും ഒക്കെ ഈ ഒരൊറ്റ കറി മതിയാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ആദ്യമായിട്ട് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അതിനുവേണ്ടി ചൂടായ പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ അരി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. നമ്മൾ സാധാരണ ചോറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന അരി തന്നെയാണ് എടുക്കേണ്ടത്. ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന ടൈമിൽ നമുക്കിതിലോട്ട് ചിരകിയെടുത്ത തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ വറുത്തരച്ച തേങ്ങയുടെ കൂടെ ഇതുപോലെ അരി കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണെങ്കിൽ ആ കറിക്ക് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. കൂടാതെ നല്ല തിക്നെസ്സും ഉണ്ടാവും. ഇനി ഇതിലോട്ട് 1 തണ്ട് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ വരെ പെരിഞ്ജീരകവും ചേർത്ത് കൊടുക്കാം. അതായത് വലിയ ജീരകം. എല്ലാം കൂടി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരണം. അതുവരെ നന്നായിട്ടൊന്ന് കൈയെടുക്കാതെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരു 3-4 മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായി വരും. ആ ടൈമിൽ നമുക്കിതിലോട്ട് കുറച്ച് മസാലപ്പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇപ്പോൾ ഒരു 4 മിനിറ്റിന് ശേഷം ഈ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിതിലോട്ട് 1.5 ടീസ്പൂൺ വരെ മുളക് പൊടിയും സാധാരണ ചില്ലി പൗഡറാണ് 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലപ്പൊടികളൊക്കെ ചേർത്തതിന് ശേഷം വീണ്ടും 1-2 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഈ തേങ്ങയുടെ കളറൊക്കെ കുറച്ചുകൂടി ഒന്ന് ചേഞ്ച് ആവാനുണ്ട്. അതുപോലെ മസാലപ്പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്ന ടൈമിലാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കേണ്ടത്. മസാലപ്പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലോട്ട് മാറ്റാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലോട്ടൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി മഞ്ഞൾപ്പൊടി നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്ന ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിത് അരച്ചെടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ആദ്യം തന്നെ നമ്മൾ തേങ്ങ വറുത്തെടുക്കുന്നത്. ഇപ്പോൾ തേങ്ങ ഇവിടെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം ചേനയാണ് എടുത്തിരിക്കുന്നത്. തൊലിയൊക്കെ കളഞ്ഞിട്ട് അത്യാവശ്യം വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് പ്രഷർ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിത് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അത്യാവശ്യം വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് 2 വിസിൽ വരെ വേവിച്ചെടുക്കുന്നത്. വെള്ളം കൂടി പോവേണ്ട, ഇതുപോലെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടിയിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലോട്ടൊരു 2-3 ചീറ്റുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഈ ഓയിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഏകദേശം ഒന്ന് മൂത്ത് വരുമ്പോൾ 1 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് ഒരു വലിയ തക്കാളിയും 1 സവാളയുടെ പകുതിയും അതുപോലെ 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടിയിട്ട് ഇതിലോട്ട് ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് വഴന്ന് വരുന്ന ടൈമിൽ നമുക്ക് തേങ്ങയൊക്കെ ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ വറുത്തെടുത്ത തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതുപോലെ വറുത്തെടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ ഒരു പ്രത്യേക ഫ്ലേവർ കൂടിയാണ്. ഇപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം അരച്ചെടുക്കാൻ പാടുള്ളൂ.
ഇനി നമുക്ക് ഈ പാനിലോട്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. ഒട്ടും തന്നെ തരികളില്ലാതെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. ഈ ടൈമിൽ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചേന ഇട്ട് കൊടുക്കണം. ചേനയിൽ കുറച്ച് വെള്ളം ഉണ്ട്, അതോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് തിക്കായിട്ടാണുള്ളത്. ഈ ടൈമിൽ കുറച്ചുകൂടി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇതൊരു ഒഴിച്ച് കറിയാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് ലൂസായിട്ട് തന്നെയാണ് കറി വേണ്ടത്. ഈ ടൈമിൽ നമ്മൾ ഇതിലോട്ട് ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചേന വേവിക്കുന്ന ടൈമിൽ ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ ഇത് തിളച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. തിളക്കുന്ന ടൈമിൽ കുറച്ചുകൂടി ഇത് ലൂസായിട്ട് വരും. കണ്ടല്ലോ, കറി ഇപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈമിൽ കറി പാകത്തിന് മാത്രമേ തിക്നെസ് ഉള്ളൂ. ഇനി ഇതിലും ലൂസാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്കൊരു 1-2 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം അവസാനമായിട്ട് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ ടൈമിൽ 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കറിവേപ്പില മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് നേരം നമുക്കിത് ചൂടോടുകൂടി അടച്ചു വെക്കണം. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള ചേന വറുത്തരച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീഫ് കറിയെ വെല്ലുന്ന ടേസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെ ആയാലും ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. കൂട്ടുകാർക്കും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു കിടിലൻ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.